ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ചിക്കനിൽ ബാക്കി വന്ന ദോശമാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കിടിലൻ ചിക്കൻ ഫ്രൈൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ബാക്കി വന്ന ദോശമാവ് ഒഴിച്ചിട്ടുള്ള ഈ ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പിന്നെ എളുപ്പമാണ്. ഇതിലേക്ക് ഞാനിതാ 1.5 തവി ദോശമാവാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഒന്നും നമുക്ക് ആവശ്യമില്ലേ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. തലേന്ന് രാത്രി ഞാൻ അരച്ചെടുത്ത മാവ് പിറ്റേന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയെടുത്ത മാവ് കൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കിയുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ, ഏതായാലും പ്രശ്നമല്ലേ. പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീരിട്ട് 1 സ്പൂൺ മതിയെ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കിയതുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണേ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു സൂത്രം ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വെറും 5 മിനിറ്റിനോടെ നമുക്കിതാ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 സ്പൂണ് കാശ്മീർ മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തണേ. നിങ്ങളെ കയ്യിൽ ചിക്കൻ കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കാശ്മീർ മുളക് പൊടി ഉണ്ടായപ്പോൾ ഞാനത് 1/2 സ്പൂണിന് മേലെ ഇട്ട് കൊടുത്തണേ. അപ്പോൾ കയ്യിനതും കാശ്മീർ മുളക് പൊടിയാണ് നല്ലത് കളറിനാട്ടിൽ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞാനിങ്ങോട്ട് കുഴച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ടൈം ഇല്ലെങ്കിൽ 5 മിനിറ്റ് മതി. ഇതിലേക്ക് നേരത്തെ ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി കുഴച്ചതിന് ശേഷം 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. ഇനി ഞാനിതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിലേക്ക് കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണയിൽ നമുക്കിതാ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവാത്ത രീതിയിൽ നമുക്ക് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തീയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കേണ്ടത്. ഇനി ഞാനിതാ ഓരോന്നോരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എന്താ ഞാൻ ഓരോന്നിങ്ങനെ കളറ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടോ. 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോഴേ നമുക്ക് ഈ ഒരു മരിച്ചിലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു മരിച്ചിലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കോൺഫ്ലവറോ പിന്നെ അരിപ്പൊടിയോ പൊട്ടുംപൊടിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ദോശമാവ് ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനൊരു ഉച്ചക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ഈ ഒരു ചിക്കൻ ഫ്രൈ നന്നായിട്ട് റെഡി ആയണേ. കണ്ടില്ലേ, ഞാൻ അധികം എണ്ണ കുടിക്കുക അങ്ങനൊന്നുമില്ല കേട്ടോ. ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിലതൊന്നും ഇല്ലേ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടുന്ന സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ നെരിച്ചിലോട് കൂടി കിട്ടാൻ പ്രയാസമാവേ. പിന്നെ നമ്മൾ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെളുത്തുള്ളി പിന്നെ കരിവേപ്പിലൊക്കെ ഉണ്ടല്ലോ ചതക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് ഒഴിവാക്കാൻ കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ആ തൊലിയോട് കൂടിയിട്ട് തന്നെ കുത്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടേ. വെളുത്തുള്ളി ഇങ്ങനെ കളറ് മാറി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിതാ ഈ ഒരു ചിക്കൻ ഫ്രൈ എടുത്തിട്ട് മാറ്റാം കേട്ടോ. ഏകദേശം 3/4 ഭാഗം ചിക്കൻ ഫ്രൈ ആയി കിട്ടണം. ഇങ്ങോട്ട് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ ആ ഒരു കരിച്ചിലോട് കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്കിതാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ റെഡി ആയതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
പുതിയ കൂട്ടുകാർ കാണട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും